മക്കളെ, ഇന്ന് നമുക്ക് ഒരു ലേഖനം പഠിക്കാം. 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണിത്. സാഫ് സഫായി മേ അവൽ ഗാവ് എന്നാണ് നിങ്ങളുടെ ലേഖനത്തിൻ്റെ പേര്. ലേഖ് കണ്ടോ? ലേഖ് പറഞ്ഞാൽ ലേഖനം. നമ്മൾ പഠിക്കാൻ പോകുന്ന 2ാമത്തെ ചാപ്റ്റർ എന്താണ്? ലേഖനമാണ്. ലേഖ്. സാഫ് സഫായി മേ അവൽ ഗാവ്. ഗാലിബ് കലീമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരാണ് എഴുതിയത്? ഗാലിബ് കലീം. സാഫ് സഫായി പറഞ്ഞ ശുചിത്വം, വൃത്തി, ശുചിത്വത്തിൽ. അവൽ ഗാവ് പറഞ്ഞ പ്രഥം സ്ഥാനം, ഒന്നാമതായ ഗ്രാമം. വൃത്തിയിൽ ഒന്നാമതായ ഗ്രാമം എന്നാണ് ലേഖനം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. एशिया का सबसे साफ सुथरा गाँव മാവലിന്യോങ് മേഘാലയ में है. ഏഷ്യ പറഞ്ഞ ഏഷ്യയിലെ സബ്സെ ഏറ്റവും സാഫ് സുതര വൃത്തിയുള്ള ഗാവ് ഗ്രാമം. മാവലിൻലോങ് സ്ഥലത്തിന്റെ പേരാണ്. മേഘാലയയിലാണ് ഉള്ളത്. ഒന്നുകൂടെ നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവലിൻലോങ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് മാവലിൻലോങ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിൽ. മാവലിൻലോങ് ഏത് രീതിയിലാണ് നമ്മൾ മാവലിൻലോങ്ങിനെ പഠിച്ചത്? ഇപ്പം ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം അല്ലേ? അപ്പം മാവലിൻലോങ് എന്താണ്? ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ്. ഓക്കെ. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. साल പറഞ്ഞ വർഷം. 2003 2003 में. അപ്പോൾ ഏത് വർഷത്തിലാണ് പറഞ്ഞത്? 2003 ഇസ് ഗാവുക്കോ ഈ ഗ്രാമത്തിനെ ഏഷ്യാക്കെ സബ്സേ സാഫ് സുതര ഗാവ് കെ തൗർ പർ ചുനാ ഗയാ ഹെ. സബ്സേ നേരത്തെ പറഞ്ഞു, സാഫ് സുതര ഗാവ് പറഞ്ഞതാണ്. തൗർ പറഞ്ഞ രീതി. തൗർ പറഞ്ഞ എന്താണ്? രീതി. തൗർ പർ രീതിയിൽ. തൗർ പർ പറഞ്ഞ രീതിയിൽ. ചുനാ ഗയാ ഹെ. ചുനാ ഗയാ പറഞ്ഞ തിരഞ്ഞെടുക്കുക. ചുനാ ഗയാ ഹെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 2003 ഈ ഗ്രാമത്തിനെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്ത് രീതിയിലാണ് അപ്പോൾ ഈ ഗ്രാമത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഏത് ഗ്രാമത്തിനെ? മാവലിൻലോങ്ങിനെ അല്ലേ? ഇസ് ഗാവ് കി സബ്സേ ബഡി ഖാസിയത്ത് യഹ് ഹേ കി ഈ ഗ്രാമത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ സബ്സേ ബഡി ഏറ്റവും വലിയ ഖാസിയത്ത് പ്രത്യേകത യഹ് ഹേ കി ഇതാണ്. എന്തെന്നാൽ, കി പറഞ്ഞ എന്തെന്നാൽ, യഹാം കി സാരി സാഫ് സഫായി ഇവിടെയുള്ള, യഹാം കി ഇവിടെയുള്ള, സാരി എല്ലാ മുഴുവൻ, സാരി പറഞ്ഞ മുഴുവൻ, സാഫ് സഫായി ശുചിത്വവും, ഗാവ് വാലെ ഗ്രാമവാസികൾ, ഗുദ്ഹി സ്വയം തന്നെ, കർത്തേഹെ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പം എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇസ് ഗാവ് കി സബ്സേ ബഡി ഖാസിയത്ത് ഹേ കി ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. യഹാം കി സാരി സാഫ് സഫായി ഗാവ് വാലെ ഗുദ്ഹി കർത്തേ ഹെ ഇവിടുത്തെ എല്ലാ വൃത്തിയുടെ കാര്യങ്ങളും ഗ്രാമവാസികൾ സ്വയമാണ് ചെയ്യുന്നത്. വൃത്തിയുടെ കാര്യം, ശുചിത്വ കാര്യങ്ങളൊക്കെ ആ ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു എന്നതാണ് ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വച്ഛതാ കെ ലിയെ യഹാം കെ ലോഗ് സ്വച്ഛത പറഞ്ഞാലും ശുചിത്വം. സ്വച്ഛതാ കെ ലിയെ യഹാം കെ ലോഗ് കിസി തരഹ് സേ ഏതെങ്കിലും തരത്തിൽ
സ്വച്ഛതാ കേലിയെ ശുചിത്വത്തിന് വേണ്ടി, കേലിയെ പറഞ്ഞ വേണ്ടി, ശുചിത്വത്തിന് വേണ്ടി യഹാം കെ ലോഗ് ഇവിടെയുള്ള ആളുകൾ കിസി തരസെ പ്രശാസൻ ഏതെങ്കിലും രീതിയിലുള്ള ഭരണം, നിർഭർ നഹീ ഹേ ഏതെങ്കിലും രീതിയിലുള്ള ഭരണത്തിനെ അവർ ആശ്രയിക്കുന്നില്ല, അതിൽ ആശ്രിതരല്ല അവര്. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഭരണത്തിൽ ആശ്രിതരായിട്ടല്ല അവരവിടെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അവർ സ്വയം തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ, അവിടെയുള്ള ശുചിത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇസ് ചോട്ടേ സെ ഈ ചോട്ടേ സെ ചെറിയ ഗാവമേ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് തന്നെ പൂർണ്ണമായും പൂരി തരസെ പൂർണ്ണമായും പ്രതിബന്ധിത് നിരോധിക്കാം, പ്രതിബന്ധിത് നിരോധിച്ചിട്ടുണ്ട്. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അവിടെ എപ്പോഴും ശുചിയായിരിക്കാൻ വേണ്ടി അവർ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താണ്? പ്ലാസ്റ്റിക് നിരോധിച്ചു. ഓക്കെ, പൂരേ ഗാവുമേ ജഗഹ് പൂരേ ഗാവ് പറഞ്ഞാൽ ഗ്രാമം മുഴുവൻ, പൂരേ ഗാവുമേ ഗ്രാമം മുഴുവൻ, എല്ലാ ഗ്രഹത്തിലും എന്നുള്ള അർത്ഥം, എല്ലാ ഗ്രാമത്തിലും ജഗഹ് പലയിടങ്ങളിലായി, എല്ലാ സ്ഥലങ്ങളിലും അല്ലെ, മുക്കിലും മൂലയിലൊക്കെ ജഗഹ് സ്ഥലങ്ങളിൽ പല എന്താണ് പറയുന്നത്, ആ ഗ്രാമത്തിലെ പലയിടങ്ങളിലായിട്ട്, ഓരോ സ്ഥലങ്ങളിലായിട്ട് ബാംസുസേ ബനെ, ബാംസ് പറഞ്ഞ മുള, ബാംസുസേ ബനെ പറഞ്ഞ ഉണ്ടാക്കിയിട്ടുള്ള, നിർമ്മിച്ചിട്ടുള്ള, ബാംസുസേ ബനെ മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, ബാംസുസേ ബനെ ഹുയേ ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിരിക്കുന്നു. മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിൻ കണ്ടില്ലേ? മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡസ്റ്റ്ബിൻ അവര് സ്ഥാപിച്ചിരിക്കുന്നു. മഹിള അതുപോലെ തന്നെ പുരുഷന്മാർ, മഹിള പറഞ്ഞ സ്ത്രീകൾ, മഹിള സ്ത്രീ, പുരുഷ പറഞ്ഞ പുരുഷൻ, ആർ ബച്ചോം സമേത് കുട്ടികളടക്കം, ബച്ചോ സമേത് പറഞ്ഞ കുട്ടികളടക്കം, കിസി ബി ഗാവ് വാലേക്കോ അഗർ നഹി ഗന്ദഗി നസർ ആത്തി ഹേ തോ ദേ ഫൗരൻ സഫായി മേ ലഗ് ജാത്തേ ഹേ. എന്താ പറഞ്ഞത്? ബനെ ഹുയ പ്ലാസ്റ്റിക് ലഗാ ഹേ, ആ മഹിള മുദ്രാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ. മഹിള പുരുഷ് और बच्चों समेत किसी भी गाँव वाले को, സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാർ കുട്ടികളടക്കമുള്ള ഏതൊരു ഗ്രാമവാസിയാണെങ്കിലും, ആ ഗ്രാമത്തിലുള്ള പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ ആരു തന്നെയായിരുന്നാലും, അഗർ കഹീ ഗന്ദഗി നസർ ആത്തി ഹേ തോ, ഒരു പക്ഷേ എവിടെയെങ്കിലും, കഹി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും, അഗർ പറഞ്ഞാൽ പക്ഷേ, ഒരു പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും ഗന്ദഗി, നസർ ആത്തി ഹേ തോ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ, അവരുടെ കണ്ണിൽ പെടുക, അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ കാണുകയാണെങ്കിൽ എന്നർത്ഥം, ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ. ഗന്ദഗി പറഞ്ഞ വേസ്റ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ അവർ നടന്നു പോകുന്ന വഴിയിൽ അഴുക്കുകളൊക്കെ കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? വേ ഫൗരൻ സഫായി മേ ലഗ് ജാത്തേ ഹേ, ഫൗരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വേ അവർ പെട്ടെന്ന് തന്നെ സഫായി മേ ലഗ് ജാത്തേ ഹേ ആ ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ അവര് ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടുന്നു. നോക്കാം. സഫായിക്കെ പ്രതി ഉൻകി ജാഗരൂകത കാ അന്താസ, സഫായിക്കെ പ്രതി ശുചിത്വത്തെ പ്രതി, ഉൻകി ജാഗരൂകത അവരുടെ ഉണർവ്, ജാഗരൂകത പറഞ്ഞ ഉണർവ്, ആ ഒരു ഉന്മേഷം, വൃത്തിയാക്കാനുള്ള കാര്യത്തിലുള്ള അവരുടെ ഉന്മേഷം. अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन से डालते हैं फिर आगे बढ़ते हैं. നോക്കാം. अगर सड़क पर चलते हुए
तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा നിങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അന്താസ പറഞ്ഞ അനുമാനം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു അനുമാനം ഒരു തെളിവ് എന്ന് പറയുന്നത് എന്താണ് ലഗാ സക്തേ ഹോക്കി തരാൻ കഴിയുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് അഗർ സടക്ക് പർ ചൽത്തേ ഹുയെ ഉന്നെ കഹീംബി പക്ഷേ റോഡിലൂടെ അങ്ങനെ ആരെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ ഗ്രാമത്തിലുള്ള ആരെങ്കിലും സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരെങ്കിലും റോഡിലൂടെ നടന്നു പോവുകയാണെന്ന് കരുതുക ആ സമയത്ത് അവരെവിടെയെങ്കിലും ഒരു എവിടെയെങ്കിലും കച്ചര പറഞ്ഞ വേസ്റ്റ് എന്തെങ്കിലും വേസ്റ്റ് കൂടാ കച്ചറ പറഞ്ഞാൽ ചപ്പ് ചവറുകൾ എന്നൊക്കെ പറയും ചപ്പ് ചവറ് വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവരുടെ നസറായത്ത് അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ അവരെന്ത് ചെയ്യുന്നു പഹലെ ആദ്യം തന്നെ അവര് കച്ചരേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ആ കച്ചര ആ വേസ്റ്റ് അവരെന്ത് ചെയ്യുന്നു ചപ്പ് ചവറുകളോ വേസ്റ്റുകളൊക്കെ അവരെന്ത് ചെയ്യുന്നത് ഡസ്റ്റ്ബിന്നിലിടുന്നു ഡസ്റ്റ്ബിൻമേ ഡാൽത്തേ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു എന്നാണ് പറഞ്ഞത് ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നു അവരെങ്ങോട്ടോ പോവുകയാണ് റോട്ടിലൂടെ എങ്കിലും അവരെന്താ ചെയ്യുന്നത് ആ വേസ്റ്റ് കണ്ടാൽ പെട്ടെന്ന് എടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കും അതിനുശേഷമാണ് ഫിർ ആകെ ബഡ്തേ അതിനുശേഷമാണ് അവർ മുമ്പോട്ടേക്ക് പോകുന്നത് മനസ്സിലായോ അവരെങ്ങോട്ടേയും പോകുന്ന സമയത്തായിരിക്കട്ടെ വേസ്റ്റ് കാണുകയാണെങ്കിലും അവരെന്താ ചെയ്യുക അതെടുത്തിട്ട് ഡസ്റ്റ്ബിനിലിടും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണല്ലോ ഞാൻ അതൊന്നും ഇപ്പം എടുക്കണില്ല എന്നൊന്നും വിചാരിക്കൂല അവരെന്താ ചെയ്യുക വേഗം തന്നെ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവർ മുമ്പോട്ടേക്ക് പോകുന്നത് यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी ഇവിടെയുള്ള ആളുകൾ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തു വരുന്ന കൂടെ കച്ചര സ്വന്തം വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ അതുപോലെ തന്നെ ചപ്പു ചവറുകളൊക്കെ ഇല്ലേ ഈ ചപ്പു ചവറുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു കൂടെ കച്ചര പറഞ്ഞാൽ ചപ്പു ചവറുകളൊക്കെ അവർ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുന്നു അവരുടെ വീട്ടിലുള്ള ചപ്പു ചവറുകളാണെങ്കിലും വേസ്റ്റുകളാണെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യുന്നു അതും അവരൊരു ഡസ്റ്റ്ബിനിൽ തന്നെ നിക്ഷേപിക്കുന്നു എന്നിട്ടോ അവർ ഫിർ ഉസേ ഏക് ജഗ ഇകട്ടാ കർഗെത്തി എന്നിട്ട് ഫിർ പിന്നെ അവർ ചെയ്യുന്നത് ഉസേ ഏക് ജഗ ഇകട്ടാക്കർ അതിനെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുന്നു ഓരോ ദിവസവും ഡസ്റ്റ്ബിന് നിറയുന്ന സാധനങ്ങൾ അല്ലേ ഡസ്റ്റ്ബിന് നിറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ആ ഡസ്റ്റ്ബിനിലുള്ളതൊക്കെ ഒരു സ്ഥലത്ത് कर गेती के लिए गाद की तरह इस्तेमाल करते हैं കൂട്ടി വെച്ചിട്ട് കൃഷിക്ക് വേണ്ടി ഗാദ് കി തര വളമായിട്ട് ഇസ്തേമാൽ കർത്തേ ഹെ ഉപയോഗിക്കുന്നു ഇസ്തേമാൽ കർണ ഉപയോഗിക്കുക അപ്പൊ അവരെന്താ ചെയ്യുന്നത് അവരുടെ വീട്ടിലുള്ള ചപ്പു ചവറുകളൊക്കെ അവര് കൂട്ടി വെച്ചിട്ട് ആദ്യം തന്നെ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുന്നു അതിനുശേഷം അതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുന്നു എന്നിട്ട് അത് കൃഷിക്ക് വേണ്ടി വളമായിട്ട് ഉപയോഗിക്കുന്നു ഓക്കെ ऐसा कहा जाता है कि 130 साल पहले इस गांव को ഇങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ ഒരു കാര്യം ആ ഗ്രാമത്തിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് ഒരു കേട്ടുകേൾവിയുണ്ട് എന്താണ് ആ കേട്ടുകേൾവി 130 വർഷങ്ങൾക്ക് മുമ്പ് പഹലെ മുമ്പ് ഇസ് ഗാവ് കോ ഹൈജെ കി ബീമാരീനെ ബുരി തരസെ ജക്കട് ലിയാദാ ഇങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട് ഈ ഗ്രാമവാസികൾക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഹൈജേക്കി ബീമാരി ഹൈജ പറഞ്ഞ കോളറ ഹൈജേക്കി ബീമാരി കോളറ രോഗം ഇവർക്ക് കോളറ രോഗം ബുരീതര വല്ലാതെ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് ജഗഡ്ലിയാത അവരെ പിടിപെട്ടിട്ടുണ്ടായിരുന്നു ജഗഡ്ലിയ എന്നാല് അവരെ ബാധിക്കുക കോളറ എന്ന രോഗം ആ ഗ്രാമത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു 130 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് പറഞ്ഞത് മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ്സെ മെഡിക്കൽ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാരണത്താൽ
होने की वजह से इस बीमारी न होने എന്നാണ് പറഞ്ഞത് അല്ലേ न होने की वजह से इस बीमारी से छुटकारा पाने का ഈ രോഗത്തിൽ നിന്നും മോചനം നേടാൻ ചുട്കാര പറഞ്ഞ മോചനം നേടുക ചുട്കാര പാനേക്ക ഏകമാത്ര ഉപായിത ഒരേ ഒരു ഉപായം എന്തായിരുന്നു സഫായി കർണ ശുചിയാക്കുക ശുചിത്വമായിരുന്നു ആ കോളറ എന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ശുചിത്വം മാത്രമായിരുന്നു 130 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഗ്രാമത്തിനെ പിടികൂടിയ ഒരു രോഗമായിരുന്നു കോളറ ഈ കോളറ എന്ന രോഗത്തിൽ നിന്നും ആ ഗ്രാമം രക്ഷപ്പെടാൻ വേണ്ടി അവർ വളരെയധികം വിഷമിക്കുകയും ആ കോളറ രോഗത്തിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരേ ഒരു ഉപായമാണ് സഫായി കർണ ശുചിത്വം गांव के लोगों का मानना है कि हमारे पूर्वजों ने ഗ്രാമത്തിലെ ആ ഗ്രാമവാസികൾ ലോകം ജനങ്ങൾ ആ ഗാവുക്കെ ലോകം എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ മാനനാ ഹേ കി ഹമാരെ പൂർവജോം നെ കഹാദാക്കി അപ്പൊ അവർ അംഗീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് മാനാൻ അംഗീകരിക്കുക അവർ ആ ഗ്രാമവാസികൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ ഹമാരെ പൂർവജോനെ കഹാദ അവരുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർവജോ എന്ന് പറഞ്ഞ പൂർവികർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തും സഫായി കെ ജരിയെ ഹി ഖുദ് കോ ബചാ സക്തേ ഹോ നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എന്ത് മാത്രമേ രക്ഷയുള്ളൂ എന്നാ പറഞ്ഞത് സഫായി ശുചിത്വം സഫായി കെ ജരിയെ ശുചിത്വം മുഖേനയാണ് നിങ്ങൾക്ക് ശരിയ പറഞ്ഞ ദ്വാര മുഖേന ശുചിത്വം മുഖേന മാത്രമേ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്നല്ലേ ഗുദുക്കോ ബജാസക്തേഹോ സ്വയം രക്ഷ നേടാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നാ പറഞ്ഞത് ശുചിത്വം വേണം എന്ന് പറഞ്ഞു फिर चाहे वह गाना हो घर हो जमीन हो गाँव हो या फिर अपना शरीर ही क्यों न हो सफाई जरूरी है फिर चाहे वह गाना हो പിന്നീട് അവര് ഗാന ഭക്ഷണമാവട്ടെ ഗർ ഹോ വീടാവട്ടെ ജമീൻ ഹോ ഭൂമിയാവട്ടെ ഗാവ് ഹോ യാ ഫിർ അപ്പന ശരീർ ഹി ഗ്രാമം തന്നെയായിരുന്നാലും ഗാവ് ഹോ ഗ്രാമമാവട്ടെ യാ ഫിർ അപ്പന ശരീർ പിന്നെ എന്താണ് സ്വന്തം ശരീരത്തിലെ ക്യോം നഹോ ശരീരത്തിലെ എവിടെയാവട്ടെ സ്വന്തം ശരീരം തന്നെ അല്ലേ ശരീർ ഹി ക്യോം നഹോ ശരീരത്തിലെ ഏത് ഭാഗവും ആവട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് ശരീരം മൊത്തത്തിൽ എന്ത് ചെയ്യാ സഫായി സരൂരി ഹേ വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ കോളറ എന്ന രോഗത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ശുചിത്വം എന്ന് പൂർവികർ പറഞ്ഞതിനനുസരിച്ച് അവർ ഗ്രാമം തന്നെ വൃത്തിയാക്കി വെച്ചു ഭക്ഷണമായാലും വീടായാലും പിന്നെ അതുപോലെ തന്നെ പരിസരമായാലും ഗ്രാമമായാലും എല്ലാ സ്ഥലങ്ങളും അവർ വൃത്തിയാക്കി വെച്ചു അതിനുശേഷമാണ് അവർ ഈ വൃത്തിയുടെ ശീലം തുടർന്നു പോന്നത് എന്നാണ് പറഞ്ഞത് ഹോ സഫായി സെരൂരി പറഞ്ഞ അത്യാവശ്യം സെരൂരി അത്യാവശ്യമാണ് ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം എത്രയാണ് നമ്മുടെ ലേഖനമുള്ളത് വളരെ മനോഹരമായ സിമ്പിളായിട്ടുള്ള ഒരു ലേഖനമായിരുന്നു ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക മീനിങ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ ഈ പാഠം എത്രമാത്രം മനസ്സിലാക്കി അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം അന്നേരം നിങ്ങൾ ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എടുത്തു ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം എല്ലാവരും ക്ലാസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ